കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ CPC-യുടെ മുൻപിൽ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ത്രിദിന പണിമുടക്ക് നടത്തുന്നതിന്റെ ഭാഗമായാണ് ധർണ നടത്തിയത്. City Gold and Diamonds, Kerala and Karnataka, the glow of purity. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി 3 ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി CPC-ക്ക് മുൻപിൽ ധർണ നടത്തി. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. പ്രകാശ് റാവു ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഈ മാനേജ്മെന്റ് സർക്കാർ നടത്തുന്നത്? നമ്മുടെ ത്രിദിന പണിമുടക്കിന്റെ തലേദിന ഇന്നലെ ഒരു തട്ടിക്കൂട്ടിയ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയുടെ ഉത്തരവ് കാണുകയുണ്ടായി. വളരെ പ്രത്യേകിച്ച ഒരു ഉത്തരവാണ്. സാധാരണമായി നിയമപരമായി ഒരു ശമ്പള പരിഷ്കരണ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ട് അവിടെ ഉണ്ടാകേണ്ട ഒരു കമ്മിറ്റി മെമ്പറാണ് മാനേജ്മെൻറ്റ് പ്രതിനിധി. കഴിഞ്ഞ കാലങ്ങളിൽ 4-5 ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡന്റുമാർ ഉൾപ്പെടെ മാനേജ്മെൻറ്റ് പ്രതിനിധികളായി ഉണ്ട കാലത്ത് കേരള ബാങ്ക് രൂപീകരിച്ച ശേഷം ആദ്യത്തെ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയിൽ കേരള ബാങ്കിന്റെ മാനേജ്മെന്റ് പ്രതിനിധി ആരും തന്നെ കാണുന്നില്ല. ജില്ലാ പ്രസിഡന്റ് P. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജീവനക്കാരുടെ കുടിശ്ശികയായ 39% ക്ഷാമബത്ത അനുവദിക്കുക, ബാങ്കിലെ 2000-ഓളം ഒഴിവുകൾ PSC-ക്ക് റിപ്പോർട്ട് ചെയ്യുക, മലപ്പുറം ജില്ലയിലെ ജീവനക്കാരുടെ 3 വർഷമായി തടഞ്ഞുവെച്ചുകൊണ്ടിരിക്കുന്ന പ്രൊമോഷനുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സർക്കാരും സഹകരണ മന്ത്രിയും കേരള ബാങ്ക് മാനേജ്മെന്റും സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. സംസ്ഥാന കൗൺസിൽ അംഗം KM പ്രകാശൻ, വനിതാ കൺവീനർ ലത P. ശ്രീരേഖ, സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം സതി P, ജില്ലാ വൈസ് പ്രസിഡന്റ് VV ഗോപി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ശ്രീജിത് കുമാർ KV സ്വാഗതവും ജില്ലാ ട്രഷറർ ശശിധരൻ കാനത്തൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.